ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സുമേഷ്. നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തൂർ, മലപ്പുറം. ഈ സ്കൂളിലെ ഒരു കരിയർ ഗൈഡാണ്. വർഷങ്ങളായി നിരവധി കുട്ടികൾക്ക് നീറ്റ് മെൻറ്ററായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും, കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാന മെഡിക്കൽ കോളേജുകളിലും, ഡൽഹി എയിംസ് ഉൾപ്പെടെ എൻ്റെ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിച്ച നിരവധി കുട്ടികൾ പഠിക്കുന്നു. അത്തരം കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ കൊടുത്ത പലതരത്തിലുള്ള ഇൻസ്പിറേഷൻസും അവർ കൊടുത്ത ഗൈഡൻസുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, ഏകദേശം 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, അതേപോലെ നമ്മുടെ കേരളത്തിൽ 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന പെൻ ആൻഡ് പേപ്പർ ഓഫ്ലൈൻ മോഡിലുള്ള ഏറ്റവും വലിയ എക്സാമാണ് നീറ്റ്. അതുപോലെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലും നിങ്ങളൊരു മെഡിക്കൽ പഠനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ആരൊക്കെയാണ് നീറ്റ് എക്സാം എഴുതേണ്ടത്? കീം വഴി MBBS BDS പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ കീം വഴി കേരളത്തിൽ മെഡിക്കൽ അലൈഡ് കോഴ്സ് അപ്ലൈ ചെയ്ത കുട്ടികൾ. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴി MBBS BDS പ്രവേശനം ആഗ്രഹിക്കുന്നവർ. 3, ജിപ്മർ, മിലിറ്ററി നഴ്സിംഗ്, മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നഴ്സിംഗ് പഠനം എന്നിവ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതേണ്ടത്. നീറ്റ് എക്സാം വഴി പ്രവേശനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 കോട്ടകളാണ്. അതിൽ ഒന്നാമത്തെ കോട്ടയാണ് ഓൾ ഇന്ത്യ കോട്ട 15%, സ്റ്റേറ്റ് കോട്ട 85%. ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും നിങ്ങൾക്ക് MBBS BDS പ്രവേശനം 15% ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. എന്നാൽ അതാത് സംസ്ഥാനങ്ങളിൽ കുട്ടികൾക്ക് 85% സീറ്റുകൾ സ്റ്റേറ്റ് കോട്ട വഴിയാണ്. നീറ്റ് എക്സാം വഴി എവിടെയെല്ലാം നിങ്ങൾക്ക് MBBS പഠനം സാധ്യമാകും? ഏറ്റവും ഡ്രീം ക്യാമ്പസ് എയിംസ് ആണ്. ഡൽഹി എയിംസ് ഉൾപ്പെടെ ഇന്ത്യയിലെ 20 എയിംസ് ക്യാമ്പസുകൾ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഏകദേശം 2200 സീറ്റുകളുണ്ട്. ഈ മുഴുവൻ സീറ്റുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് എക്സാം വഴിയാണ്. അടുത്ത ക്യാമ്പസ് ജിപ്മർ ആണ്, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇന്ത്യയിൽ പ്രധാനമായി 2 ക്യാമ്പസ് ആണ് ജിപ്മർ ഉള്ളത്. ഒന്ന് പോണ്ടിച്ചേരിയിൽ, 2 കാരക്കൽ, തമിഴ്നാട്. ഈ 2 ക്യാമ്പസുകളായി ഏകദേശം 243 MBBS സീറ്റുകളുണ്ട്. ഈ മുഴുവൻ സീറ്റിലേക്കുള്ള പ്രവേശനം നീറ്റ് വഴിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഡൽഹി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി, ഇവിടേക്കുള്ള മെഡിക്കൽ പ്രവേശനം നീറ്റ് എക്സാമിൻ്റെ സ്കോർ വഴിയാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കുള്ള MBBS BDS പ്രവേശനം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിക്കുള്ള 100 MBBS സീറ്റുകളിലേക്കുള്ള പ്രവേശനം, ഡൽഹി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലുള്ള 50 BDSക്കുള്ള പ്രവേശനം, ഇത് എല്ലാം നടക്കുന്നത് നീറ്റ് സ്കോർ വഴിയാണ്. ESI മെഡിക്കൽ കോളേജുകൾ, ESI മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളുകളുടെ മക്കൾക്ക് മെഡിക്കൽ പഠനം സാധ്യമാകുന്ന ESI മെഡിക്കൽ കോളേജുകൾക്കുള്ള പ്രവേശനം നീറ്റ് എക്സാം വഴിയാണ്. കൂടാതെ ESI മെഡിക്കൽ കോളേജിലേക്കുള്ള 15% ഓൾ ഇന്ത്യ കോട്ടയും ബാക്കി വരുന്ന ജനറൽ സീറ്റുകളിലേക്കുള്ള പ്രവേശനവും നീറ്റ് എക്സാം വഴിയാണ്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് AFMC പൂനെ, ഇവിടേക്കുള്ള മെഡിക്കൽ പ്രവേശനം നീറ്റ് എക്സാം വഴിയാണ്. ഇത് കൂടാതെ അവർക്ക് വീണ്ടും ഒരു പരീക്ഷയും ഒരു ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. വെറ്റിനറി സയൻസ്, ഓൾ ഇന്ത്യ കോട്ട വഴി 15% ഇന്ത്യയിലെ പ്രമുഖ വെറ്റിനറി കോളേജുകൾക്കുള്ള പ്രവേശനം നീറ്റ് എക്സാം വഴിയാണ്. ആയുഷ് കോഴ്സുകൾ, ഓൾ ഇന്ത്യ കോട്ട വഴി ഇന്ത്യയിലെ ആയുഷ് കോഴ്സുകളിൽ പഠിക്കാം. 15% സീറ്റുകളിലേക്കുള്ള പ്രവേശനം, ഫോർ എക്സാമ്പിൾ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി, ഇവിടേക്കുള്ള പ്രവേശനവും നീറ്റ് എക്സാം വഴിയാണ്. ഇതുകൂടാതെ കീം വഴി മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾ, നമുക്കറിയാം ആയുർവേദം, ഹോമിയോ, യുനാനി, സിദ്ധ, BSc ഫോറസ്ട്രി, അതുപോലെ BSc അഗ്രികൾച്ചർ, അതുപോലെ ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, BTech ഇൻ ബയോടെക്നോളജി തുടങ്ങിയ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇത് കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായും നീറ്റ് എക്സാം എഴുതിയിരിക്കണം. നീറ്റ് എക്സാമിൻ്റെ സ്കോർ വഴിയാണ് ഇത്തരം കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. വളരെ ചെറിയ ഫീസിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നേഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന മിടുക്കരായ കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവസരമാണ് മിലിറ്ററി നഴ്സിംഗ്, നീറ്റ് എക്സാം വഴിയാണ്. അതുപോലെ ജിപ്മറിലേക്കുള്ള നഴ്സിംഗ് പ്രവേശനം നീറ്റ് എക്സാം വഴിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നഴ്സിംഗ് പ്രവേശനം നീറ്റ് എക്സാം വഴിയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി, പ്രധാനമായും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിവിധ നഴ്സിംഗ് കോളേജിലേക്കുള്ള പ്രവേശനവും നീറ്റ് എക്സാം വഴിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന സംശയമാണ്, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ഞങ്ങൾ നീറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം? ഏകദേശം 7 ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെന്റ് ID കാർഡാണ്. നിങ്ങളെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആധാർ കാർഡാണ്. ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാം, പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാം, പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുക ആധാർ കാർഡാണ്. കാരണം പിന്നീടുള്ള എല്ലാ വെരിഫിക്കേഷനും നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന സമയത്തും നിങ്ങൾക്ക് ID കാർഡായിട്ട് കാണിക്കാമെന്നത് ഒരു ആധാർ കാർഡാണ്. നിങ്ങൾ ആധാർ കാർഡ് 10 മുതൽ 200 KB സൈസിൽ അപ്ലോഡ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ഡോക്യുമെന്റ്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് കളർ ഫോട്ടോഗ്രാഫിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ താഴെ നെയിം എഴുതണം ഒരു നിർബന്ധമില്ല, ഡേറ്റും എഴുതേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ഫോട്ടോ, അതും 10 മുതൽ 200 KB സൈസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോട്ടോയുടെ ഒരു മൾട്ടിപ്പിൾ കോപ്പി നിങ്ങൾ എടുത്തു വെക്കണം. കാരണം ഇനി അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൽ പേസ്റ്റ് ചെയ്യാനുണ്ട്, എക്സാം ഹാളിൽ പ്രസന്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ സെയിം ഫോട്ടോ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മൾട്ടിപ്പിൾ കോപ്പി എടുത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് തമ്പ് ഇംപ്രഷനാണ്. നമ്മുടെ ഈ 10 വിരലുകളുടെയും ഫിംഗറിന്റെ ഇംപ്രഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈ 10 വിരലുകളും മഷിയിൽ മുക്കി ഒരു പേപ്പറിൽ, ഒറ്റ പേപ്പറിൽ ഇങ്ങനെ പ്രസ് ചെയ്യാം. അതിനുശേഷം ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതിന്റെ സൈസും 10 മുതൽ 200 KB തന്നെയാണ്. 4ാമത്തെ ഡോക്യുമെന്റ് സിഗ്നേച്ചർ ആണ്. നിങ്ങൾ വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇടുക. അത് 10 to 200 KB സൈസ്, അത് അപ്ലോഡ് ചെയ്യുക. 4ാമത്തെ ഡോക്യുമെന്റും 6ാമത്തെ ഡോക്യുമെന്റും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് 10th സർട്ടിഫിക്കറ്റ് ആണ്, ഒന്ന് 10th മാർക്ക് ലിസ്റ്റ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഏകദേശം എല്ലാ കുട്ടികൾക്കും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിനും ഒന്ന് തന്നെ സബ്മിറ്റ് ചെയ്യുക. 2 പാർട്ടിലും ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. 50 മുതൽ 300 KB സൈസാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ആധാർ പ്രൂഫാണ്. നമ്മൾ നേരത്തെ ID കാർഡിന് ആധാരം വെച്ചിരുന്നത്, വീണ്ടും ആധാർ പ്രൂഫ് ചോദിക്കും. ഇതും 50 മുതൽ 300 KB സൈസിൽ നിങ്ങളുടെ ആധാർ അപ്ലോഡ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്ന 8-9 കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. അത് ഒന്ന് UD ID കാർഡാണ്. ഫിസിക്കലി ചലഞ്ചേഴ്സ് ആയുള്ള കുട്ടികൾക്കുള്ള റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, OBC NCL, സാധാ OBC അല്ല, NCL കാറ്റഗറിയിൽ വരുന്ന OBC വിദ്യാർത്ഥികൾ, SC ST വിദ്യാർത്ഥി, ഇവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊക്കെ യെസ് ആണെങ്കിൽ നിങ്ങൾ യെസ് ടിക്കറ്റ് എടുക്കുക, നോ ആണെങ്കിൽ നോ ടിക്കറ്റ് എടുക്കുക. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം. പിന്നീട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്താണ് നിങ്ങളിത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 1 to 7 അപ്ലോഡ് ചെയ്യുകയും 8th 9th നിങ്ങൾ കീപ്പ് ചെയ്യുകയും വേണം. ആ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുകയും അത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. നീറ്റ് രജിസ്ട്രേഷൻ സ്റ്റെപ്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റേ പറഞ്ഞ പോലെ February 8 മുതൽ March 8 വരെയാണ് നീറ്റ് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഇത് ഫുള്ളി ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. ശ്രദ്ധിക്കുക, 1 ടൈം രജിസ്റ്റർ ചെയ്യുക, മൾട്ടിപ്പിൾ ടൈം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ഒറ്റ രജിസ്ട്രേഷനാണ് മുഴുവൻ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടത്. പിന്നെ ഒരു ഡോക്യുമെന്റ് ബൈ പോസ്റ്റ് നിങ്ങൾ അയക്കേണ്ട ഒരു ആവശ്യവുമില്ല. എല്ലാം ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. രജിസ്ട്രേഷൻ തയ്യാറാവുമ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പാക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒരു വാലിഡ് മൊബൈൽ നമ്പർ, വാലിഡ് ഇമെയിൽ ID. പിന്നീടുള്ള എല്ലാ ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും എനിക്ക് നമുക്ക് നൽകുന്നത് ഈ കറസ്പോണ്ടിങ് ഇമെയിലുടെയും ഈ മൊബൈൽ നമ്പറുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പാക്കേണ്ട കാര്യം, നല്ലൊരു വാലിഡ് ആയിട്ടൊരു ഇമെയിൽ IDയും ഒരു മൊബൈൽ നമ്പറും നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തിനിരിക്കാവൂ, രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇരിക്കാവൂ. അടുത്തത് എക്സാം ഫീസ് സ്ട്രക്ചറാണ്. ജനറൽ കാറ്റഗറിക്കാർക്ക് 1700 രൂപയാണ് ഫീസ് വരുന്നത്. എന്നാൽ EWS, OBC NCL, ശ്രദ്ധിക്കുക, സാധാരണ OBC അല്ല, NCL കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 100 രൂപ കുറവുണ്ട്. അവർക്ക് വരുന്നത് 1600 രൂപയാണ് ഫീസ്. SC ST കാറ്റഗറി വരുന്ന കുട്ടികൾ, ഫിസിക്കലി ചലഞ്ചറായ PWD കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, 3rd ജെൻഡർ കാറ്റഗറി വരുന്ന കുട്ടികൾ, ഇവർക്കെല്ലാം വരുന്ന ഫീസ് 1000 രൂപയാണ്. എന്നാൽ ഇന്ത്യക്ക് പുറത്തു നീറ്റ് എക്സാം എഴുതാം, അബ്രോഡിൽ പോയി നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ 9500 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. നീറ്റ് എക്സാമിന്റെ മോഡ് ഓഫ് എക്സാം പെൻ ആൻഡ് പേപ്പർ, ഓഫ്ലൈൻ, ഫുള്ളി ഓഫ്ലൈൻ എക്സാം ആണ്. ദെൻ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏജ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ കുട്ടിയും 17 വയസ്സ് പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കേണ്ടത് 2026 ഡിസംബർ 31-നാണ്. നമ്മൾ പരീക്ഷ എഴുതുന്നത് 2026 മെയ്യിലാണ്. 2026 ഡിസംബർ 31-ന് നിങ്ങൾ 17 വയസ്സ് പൂർത്തിയാക്കിയാൽ മതി. അതോടൊപ്പം തന്നെ നോ ഏജ് അപ്പർ ലിമിറ്റ്, അതായത് ഉയർന്ന പ്രായപരിധി ഇതിനകത്തില്ല. ഏത് പ്രായക്കാർക്കും നീറ്റ് എഴുതാവുന്നതാണ്. അടുത്ത എലിജിബിലിറ്റി നിങ്ങൾ +2 സ്ട്രീമാണ്. നിങ്ങൾ +2-ൽ ഫിസിക്സ് കെമിസ്ട്രി കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. അതോടൊപ്പം ഒരു സബ്ജക്റ്റ് ബയോളജി ഓർ ബയോടെക്നോളജി പഠിക്കണം. അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച കുട്ടികൾക്കോ ഫിസിക്സ് കെമിസ്ട്രി ബയോടെക്നോളജി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ നീറ്റ് എഴുതാൻ യോഗ്യതയുള്ളൂ. ഇനി രജിസ്ട്രേഷൻ സമയത്ത് 2 കോഡുകൾ ചോദിക്കും. നിങ്ങളിപ്പോൾ +2 കുട്ടികളാണെന്ന് ഇരിക്കുക, +2 എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ കോഡ് 1 ആണ്. +2 കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും അതായത് റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കോഡ് 2 ആണ്. എക്സാം പാറ്റേൺ എങ്ങനെയാണ്? നീറ്റ് എക്സാം പാറ്റേൺ മുന്നിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നീറ്റിന്റെ സിലബസ് നിങ്ങൾ പഠിക്കുന്ന +1 +2 NCERT സിലബസ് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഗോയിങ്ങിലുള്ള കുട്ടികൾക്ക് നീറ്റ് കിട്ടാനുള്ള കാരണം NCERT വൃത്തിയിൽ പഠിച്ച കുട്ടികൾക്ക് നീറ്റ് എക്സാമിന് വളരെയധികം സാധ്യത കൂടുതലാണ്.
ഇതിൽ 4 വിഷയങ്ങൾ നമുക്ക് കണക്കാക്കാം: ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഫിസിക്സിൽ നിന്നും 45 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കെമിസ്ട്രിയിൽ നിന്ന് 45 ക്വസ്റ്റ്യൻ ആയിരിക്കും, ബോട്ടണിയിൽ നിന്ന് 45, സുവോളജിയിൽ 45. ദാറ്റ് മീൻസ് ബയോളജിയിൽ 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോ കറക്റ്റ് ആൻസറിനും 4 മാർക്കാണ്. അതേപോലെ നിങ്ങൾ റോങ് ആൻസർ ആയി കഴിഞ്ഞാൽ ഓരോന്നിനും 1 മാർക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ടോട്ടൽ മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 180 ആണ്. ഫിസിക്സ് 45, കെമിസ്ട്രി 45, ബയോളജി 90. ഈ 180 ക്വസ്റ്റ്യൻസ് മുഴുവൻ കറക്റ്റാക്കിയ കുട്ടികൾക്ക് 4 മാർക്ക് വെച്ച് ടോട്ടൽ മാർക്ക് 720 പരീക്ഷ വരുന്നത്. ഓരോ തെറ്റായ ആൻസറിനും 1 മാർക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇങ്ങനെ 720 മാർക്കിലാണ് എക്സാം നടക്കുന്നത്. നിങ്ങളൊരു മെഡിക്കൽ കരിയർ ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധമായും 2026 മെയ് 3 നടക്കുന്ന നീറ്റ് എക്സാം എഴുതിയിരിക്കും. നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം NCERT സിലബസ് വൃത്തിയിൽ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യമായി NCERT സിലബസ് പഠിക്കുകയും അതോടൊപ്പം തന്നെ കുറച്ച് വർഷങ്ങളിലെ ഏകദേശം ഒരു 2018 മുതലുള്ള 2025 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായി വരുന്നത്. എന്നിരുന്നാലും കൃത്യമായി NCERT പഠിക്കുക. ഈ ഒരു മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു പാഷനാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ എഞ്ചിനീയറിംഗ് ഈസ് എ പ്രൊഫഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് കോട്ട്, ഒരു സ്റ്റെഡ്, ഇതൊക്കെ ഇടാൻ ഒരു നോബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അപ്പോൾ ഈ പ്രൊഫഷന് വളരെ സിൻസിയർ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നീറ്റിന് വേണ്ടി നന്നായി തയ്യാറെടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ച ഒരു നീറ്റ് വഴി നല്ലൊരു മെഡിക്കൽ കരിയർ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.